ഹായ് എവരിവൺ, എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയോ? മാർക്കൊക്കെ കിട്ടിക്കാണുമല്ലോ. നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. തേർഡ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, അല്ലെങ്കിൽ ശ്വസനവും വിസർജനവും. അപ്പൊ ഇതുവരെ നമ്മൾ രണ്ട് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ, രണ്ടെന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ. അപ്പൊ രണ്ട് ഓർഗൻ സിസ്റ്റംസ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തതാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥയും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളെന്ന് പറയുന്നത് ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഡൈജഷൻ ഒക്കെ നടക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഡൈജഷൻ നടന്നിട്ട് ന്യൂട്രിയൻസ് ഒക്കെ എവിടേക്ക് പോയായിരുന്നു? നമ്മുടെ ബോഡി പാർട്സിലെ സെൽസിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇല്ലേ? ഇനി സെൽസിൽ വെച്ചിട്ട് എന്ത് നടക്കണം? എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊർജോൽപാദനം നടക്കണം. അപ്പൊ ഇങ്ങനെ എനർജി പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘു പോഷകങ്ങൾ ഇല്ലേ, അതായത് ഗ്ലൂക്കോസ് ഒന്നും മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനും കൂടി എന്തിനാവശ്യമാണ്? നമ്മുടെ എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഊർജോൽപാദനത്തിന് ആവശ്യമാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് സെൽസിലേക്ക് ഓക്സിജൻ ഒക്കെ എത്തുന്നതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ നമ്മളുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായു ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, കുറച്ച് വായു പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യകാലത്തൊന്നും ഏത് എയർ ആണ് ഉള്ളിലേക്ക് പോകുന്നതെന്നോ പുറത്തേക്ക് പോകുന്നതെന്നോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ റെസ്പിറേഷനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റെസ്പിറേഷനിൽ ഏത് എയർ ആണ് ഉള്ളിലേക്ക് പോകുന്നത്, ഏതാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്? ആൻഡോയിൻ ലാവോസിയർ. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ റെസ്പിറേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ തന്നത്. അതായത് ഇദ്ദേഹം ഗിനിയ പിഗിലൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം കണ്ടുപിടിച്ചു, അതായത് നമ്മൾ റെസ്പിറേഷനിൽ ഉള്ളിലേക്ക് എടുക്കുന്ന എയർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇത് കൂടാതെ തന്നെ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഓക്സിജൻ എടുക്കുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഇതിന് മാത്രമല്ല നമ്മൾ ഓക്സിജൻ എടുക്കുന്നത്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കത്തിക്കുമ്പോഴും ഓക്സിജൻ അല്ലെങ്കിൽ വസ്തുക്കൾ കത്താനും ഓക്സിജൻ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അതേ പ്രോസസ് ആണ് നമ്മുടെ റെസ്പിറേഷനിൽ നടക്കുന്നതെന്ന് തെളിയിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? ആൻഡോയിൻ ലാവോസിയർ. അപ്പൊ ആൻഡോയിൻ ലാവോസിയർ ആണ് റെസ്പിറേഷൻ ഏത് വിധത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് റെസ്പിറേഷനിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണെന്നും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും പരീക്ഷണത്തിലൂടെ തെളിയിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? ആൻഡോയിൻ ലാവോസിയർ. അപ്പൊ അതിന്റെ പരീക്ഷണത്തെ കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ റെസ്പിറേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. റെസ്പിറേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറെ പാർട്സ് ചേർന്നിട്ട് നമുക്ക് എന്തുകൊണ്ട്? റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുണ്ട്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് ആണ്. അതായത് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നത് ഏതിൽ കൂടിയാണ്? നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരങ്ങളിലൂടെയാണ്. അതായത് നമ്മുടെ മൂക്കിന് രണ്ട് ദ്വാരങ്ങളുണ്ട് ഇല്ലേ? അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരങ്ങൾ. അതിലൂടെയാണ് നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ എയർ ഉള്ളിലേക്ക് ചെല്ലുന്ന ഒരു ക്യാവിറ്റി, ഒരു അറയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വര. അപ്പൊ നോസ്ട്രിൽസിൽ കൂടി എയർ എവിടേക്ക് എത്തുന്നു? നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തുന്നു. ഈ നേസൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ലോങ് ട്യൂബ്, ഒരു നീളമുള്ള കുഴലിലേക്കാണ്. അതിന്റെ പേരാണ് ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറയും. അപ്പൊ നേസൽ ക്യാവിറ്റിയിൽ നിന്ന് എയർ എവിടേക്ക് പോകുന്നു? ട്രക്കിയയിലേക്ക് പോകുന്നു. ഇനി ഈ ട്രക്കിയ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലേക്കാണ് എത്തുന്നത്. അതായത് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങളിലെ രണ്ട് ശ്വാസകോശങ്ങളുണ്ട്. അപ്പൊ ഈ ട്രക്കിയ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് പിരിയും അല്ലെങ്കിൽ രണ്ട് ശാഖകളായിട്ട് പിരിയും. ആ ശാഖകളായിട്ടാണ് ട്രക്കിയ എവിടേക്ക് പ്രവേശിക്കുന്നത്? ലങ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ട്രക്കിയയുടെ ആ ബ്രാഞ്ചസ്, ശാഖകളെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കസ്. അപ്പം ബ്രോങ്കസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ട്രക്കിയയുടെ ബ്രാഞ്ചസ് ആണ്. അപ്പൊ ട്രക്കിയയിൽ നിന്നും എയർ എവിടോട്ട് എത്തുന്നു? ബ്രോങ്കസിലേക്ക് എത്തുന്നു. ബ്രോങ്കസ് എവിടേക്ക് പ്രവേശിക്കുന്നു? ലങ്സിലേക്ക് പ്രവേശിക്കുന്നു. ഈ ലങ്സിലേക്ക് ബ്രോങ്കസ് പ്രവേശിച്ചിട്ട് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറും, ശാഖകളായിട്ട് മാറും. ആ ശാഖകളെ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ എന്ന് വിളിക്കും. അപ്പൊ ലങ്സിനകത്തിൽ ബ്രോങ്കസ് എന്തായിട്ട് പിരിയുന്നു? ബ്രോങ്കിയോൾസ് ആയിട്ട് പിരിയുന്നു.
ഇനി ഈ ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ, ആ ശ്വസനികകളുടെ അറ്റത്ത് എയർ സാക്സ് അല്ലെങ്കിൽ വായു അറകളുണ്ട്. ആ വായു അറകളെ വിളിക്കുന്ന പേരാണ് അൽവിയോളസ് അല്ലെങ്കിൽ അൽവിയോളൈ എന്ന് പറയും. അപ്പൊ ഈ വായു അറകൾക്കുള്ളിലേക്കാണ് അവസാനം എന്ത് എത്തുന്നത്? എയർ അല്ലെങ്കിൽ വായു എത്തുന്നത്. അപ്പൊ ഈ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിലാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ, അതുപോലെ തന്നെ അതിന്റെ അറ്റത്തുള്ള എയർ സാക്സ് വായു അറകളുടെ പേരാണ് അൽവിയോളസ്. ഒരു വായു അറയെയാണ് അൽവിയോളസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതലായതുകൊണ്ട് അൽവിയോളൈ എന്ന് പറയും. അപ്പൊ ഈ അൽവിയോളയിൽ വെച്ചിട്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് വാതക കൈമാറ്റം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നതും ബ്ലഡിൽ നിന്നും വേസ്റ്റ് ആയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും എവിടെ വെച്ചിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? അൽവിയോളയിൽ വെച്ചിട്ടാണ്. അപ്പൊ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കൂട്ടാനായിട്ട് സഹായിക്കുന്നത് ഏത് പാർട്സ് ആണ്? നമ്മുടെ അൽവിയോളയാണ്. അതായത് ശ്വസനതല വിസ്തീർണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന പാർട്സ് ആണ് ഏതെന്ന് പറയുന്നത് അൽവിയോളൈ. ഇവിടെ വെച്ചിട്ടാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാതക കൈമാറ്റം നടക്കുന്നത്. രണ്ട് ശ്വാസകോശങ്ങളിലും കൂടി ഏകദേശം 70 കോടിയോളം അൽവിയോളൈ അല്ലെങ്കിൽ വായു അറകളുണ്ട്. അപ്പൊ ആ വായു അറകളാണ് നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 70 മീറ്റർ സ്ക്വയർ ആണ്, 70 മീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അൽവിയോളയുടെ വിസ്തീർണം. അപ്പൊ ഈ അൽവിയോളയിൽ വെച്ചിട്ട് എന്താണ് നടക്കുന്നത്? ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാതക കൈമാറ്റം നടക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ, ഒരു ആവരണമുണ്ട്. ആവരണത്തെ വിളിക്കുന്ന പേരാണ് പ്ലൂറ. അപ്പൊ പ്ലൂറ എന്ന് പറയുന്നത് നമുക്കറിയാം, ലങ്സിനെ കവർ ചെയ്യുന്നതാണെങ്കിൽ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന കവറിങ്ങിന്റെ പേരാണ് പ്ലൂറ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് 2 ക്യാവിറ്റി ഉണ്ട്, 2 അറകളുണ്ട്. അപ്പൊ അപ്പർ ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനെ വിളിക്കുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയം എന്ന് പറയും. ഇനി വയറിന്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഉദരാശയം. അപ്പൊ ഈ തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലാർ വാൾ, ഒരു ഭിത്തിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. അപ്പം ഉദരാശയത്തെ ഔരസാശയത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ഇനി ഇവിടെ എന്ന് പറയുന്നത്, അപ്പൊ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് നമ്മൾ പറഞ്ഞു അല്ലെ. നോസ്ട്രിൽസിൽ കൂടിയാണ് എയർ ഉള്ളിലേക്ക് കടക്കുന്നത്. നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരങ്ങൾ. നോസ്ട്രിൽസ് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. നാസാഗഹ്വരത്തിൽ നിന്നും എയർ അല്ലെങ്കിൽ വായു എന്ന് പറയുന്നത് ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് എത്തുന്നു. ഈ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിന്റെ ബ്രാഞ്ചസ്, ശാഖകൾ 2 ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനികൾ എന്ന് വിളിക്കും. ഇനി ഈ ബ്രോങ്കസ് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്ന് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. ആ ബ്രാഞ്ചസ് ശാഖകളെ വിളിക്കുന്ന പേരാണ് ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ. ബ്രോങ്ക്യൂൾസിന്റെ അറ്റത്തുള്ള എയർ സാക്ക് വായു അറകളെ വിളിക്കുന്ന പേര് അൽവിയോളൈ എന്ന് വിളിക്കും. ഇവിടെ വായുവിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോസ്ട്രിൽസ്, നാസാദ്വാരങ്ങൾ, അവിടെ നിന്ന് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം, ദെൻ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം, ട്രക്കിയയിൽ നിന്നും ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനികൾ, ഇനി ശ്വസനികളിൽ നിന്നും ബ്രോങ്ക്യൂൾസ് അല്ലെങ്കിൽ ശ്വസനികകൾ, അവസാനം എവിടേക്ക് എത്തുന്നു? അൽവിയോളൈ അല്ലെങ്കിൽ വായു അറയിലേക്ക് എത്തുന്നു. വായു അറയിൽ വെച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത് വാതക കൈമാറ്റം. അതെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.